ചേട്ടാ നമസ്കാരം. നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കപ്പോൾസിയ എന്ന് പറയുന്ന അവരുടെ ഓയിൽ റിഫൈനറിയിൽ യുക്രൈൻ ആക്രമണം നടത്തിയതിനു പിന്നാലെ റഷ്യയിലെ സൈനിക ഉദ്യോഗസ്ഥരും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും അടക്കം റഷ്യയോട് ആണവായുധം പ്രയോഗിക്കാനുള്ള ആ ഒരു സമ്മർദ്ദം ചെലുത്തുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നാറ്റോയുമായിട്ടും ഏറ്റുമുട്ടേണ്ടി വരും എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവശേഖരമുള്ള ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. പോരാത്തതിന് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധമുള്ള സാത്താൻ എന്ന് പറയുന്ന ആണവായുധങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം കൂടെയാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നാറ്റോയുമായി റഷ്യക്ക് ഏറ്റുമുട്ടണമെങ്കിൽ പോളണ്ട് വഴിയാണ് റഷ്യ ചലിക്കേണ്ടിയിരുന്നത്. പക്ഷേ പോളണ്ട് ഇപ്പോ ഒരു ഭയപ്പെട്ടിട്ടുണ്ട്, ഒരു പണി നടത്തിയിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ പോളണ്ട് യുക്രൈനുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് വിച്ഛേദിച്ചു വരികയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോളണ്ട് ഭയന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളിവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും അടി കൺഫേം ആണ്, നാറ്റോവുമായിട്ടുള്ള അടി ഉണ്ടാവും. എന്തായാലും ഞങ്ങളുടെ രാജ്യത്ത് ഇതിനകത്തുനിന്ന് ഒഴിവാക്കി തരണം എന്നുള്ളതാണോ പോളണ്ട് പരോക്ഷമായി ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് ഈ പോളണ്ട് ഇപ്പോ യുക്രൈനുമായി ഈ അകലം പാലിക്കാനായിട്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കൂട്ടക്കൊലകളെ ചൊല്ലിയാണ് പോളണ്ട് യുക്രൈനും ഇപ്പോൾ തർക്കം തുടങ്ങിയിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് നൽകിയ പോളണ്ടിന്റെ പരമോന്നത ബഹുമതി ഇവര് തിരിച്ചെടുത്തു. എന്തൊരു നാണക്കേടാണെന്ന് നോക്കണേ. അപ്പൊ അതിൽ പ്രതിഷേധിച്ച് യുക്രൈനിലെ പ്രമുഖ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ലഭിച്ച പോളിഷ് പുരസ്കാരങ്ങൾ കൂട്ടത്തോടെ തിരികെ നൽകാൻ ഇപ്പൊ പോവുകയാണ്. ഞാൻ ഈ പുരസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതൊക്കെ തിരിച്ചു കൊടുക്കുന്നതൊക്കെ സത്യം ഈ 2014 നരേന്ദ്രമോദി വന്ന ശേഷം നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകർ കൊടുക്കുമല്ലോ തിരിച്ച്. പൈസ കൊടുക്കില്ല, പുരസ്കാരങ്ങൾ മാത്രം, പ്ലേറ്റും ചരിവും ഒക്കെ അവർ തിരിച്ചു കൊടുക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ സെലൻസ്കിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആന്ദ്രേ സിബിക, രഹസ്യാന്വേഷണ വിഭാഗം മേധാവി കിരീഗോ ബുഡാനോവ്, പോളണ്ടിലെ യുക്രൈൻ സ്ഥാനപതി വാസൻ ബോദ്നർ എന്നിവരാണ് തങ്ങൾക്ക് ലഭിച്ച പോളിഷ് ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ പോളണ്ട് യുക്രൈനുമായി അകലുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതെന്താണ് വിജയേട്ടാ സൂചിപ്പിക്കുന്നത്? പോളണ്ട് യുക്രൈനുമായിട്ട് അകലുന്നത് ഭയന്നിട്ടാണോ? റഷ്യ തങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന ഭയം കൊണ്ടാണ്? കാരണം നേരത്തെ പണ്ട് നമ്മൾ ചർച്ച ചെയ്തൊരു റിപ്പോർട്ടുണ്ട്. അതായത് ഈ ഇറ്റലിയുടെ പാട്രിയറ്റ്, പിന്നെ നമ്മുടെ റൊമേനിയയില് പോളണ്ടിലും അടക്കം കൊണ്ടുവച്ചിരുന്നു ഈ വലിയ താടക്കമുള്ള മെഷീനും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഈ റഷ്യ അയക്കുന്ന ഡ്രോണുകളും മിസൈലുകളും ഇവർക്ക് തടുക്കണമെങ്കിൽ ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്നുണ്ട്. പക്ഷെ റഷ്യക്ക് $1-2-3 ചെലവ് മാത്രമേ മിസൈൽ അയക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അപ്പൊ അത് വലിയ രീതിയിൽ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസയാണ് നമ്മളെടുത്ത് ചെലവാക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തകരുമെന്ന് അന്ന് പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ കടുപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോളണ്ട് നൈസായിട്ട് ബാക്ക് അടിക്കുന്നത് റഷ്യ ഭയന്നിട്ട് തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദി ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം 2022 യുദ്ധം തുടങ്ങുന്നത്. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിക്കാൻ പോയിരുന്നു. വലിയ വാർത്തയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനിടയിൽ സന്ദർശിച്ച മറ്റൊരു രാജ്യം ഉക്രൈൻ അയൽ രാജ്യമായ പോളണ്ടാണ്. അന്ന് ഇവിടെ എല്ലാവരും ചോദിച്ചത് എന്തിനാണ് ഈ പോളണ്ടിൽ പോകുന്നത് എന്നൊരു ചോദ്യം പ്രധാനമായി ഉയർന്നിരുന്നു. കാരണം അവിടെ പ്രത്യേകിച്ച് നമ്മളുമായിട്ട് അങ്ങനെ വലിയ മമതയൊന്നുള്ള രാജ്യമൊന്നും അല്ല ഈ പോളണ്ട്, എന്തിനാണ് അവിടെ പോയത് എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ പോളണ്ടിൽ പോവുക മാത്രമല്ല, പോളണ്ടിൽ നിന്ന് ട്രെയിനിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം ഉക്രൈനിലേക്ക് എത്തുന്നത്. അന്നേരം ഈ റഷ്യയും ഉക്രൈനും ഒക്കെ അവരുടെ യുദ്ധം നിർത്തിവെച്ചിരുന്നു. ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് ഈ പിന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനം പ്രമാണിച്ചാണ് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അപ്പൊ എന്തിനാണ് പോളണ്ടിൽ പോയത്? അന്ന് പുറത്ത് കേട്ട കഥ, എന്തിനാണ് എന്നുള്ളത് അറിയില്ല. എന്തായാലും അവിടെ പോയി ചർച്ചയൊക്കെ നടത്തി. അദ്ദേഹം പോകുന്ന കൂട്ടത്തിൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഉപ്പുചേർട്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കച്ചവടം കൂടെ ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അവിടെ പോയിട്ട് എന്തൊക്കെ ചെറിയ കച്ചവടത്തിന്റെ പരിപാടിയൊക്കെ പുള്ളി നടത്തിയിരുന്നു. അദ്ദേഹം ആ കൂട്ടത്തിൽ തന്നെ അന്ന് മാധ്യമങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പോളണ്ടിന് ഒരു മെസ്സേജ് നൽകുന്നതിന് വേണ്ടിയിട്ട് പുടിന്റെ ഒരു സന്ദേശം പോളണ്ടിന് കൈമാറാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ പോയതെന്നാണ് അന്ന് കേട്ടിരുന്നൊരു വാർത്ത. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അന്ന് പറഞ്ഞത് കേട്ടൊരു കാര്യം, പോളണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ റഷ്യ കയറി മേയും, അതുകൊണ്ട് നിങ്ങൾ അനങ്ങാതിരിക്കുക, അവരുടെ പാടായി അവരത് തീർത്തോളൂ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി പോയത് എന്നാണ് അന്ന് കേട്ടിരുന്ന വാർത്ത. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, കഴിഞ്ഞ ദിവസം സർജിലേക്കോ അവരുടെ പ്രതിരോധ മന്ത്രി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അത് ഉക്രൈനെതിരെ മാത്രമല്ല, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ളതാണ്.
ഇപ്പോൾ ഏതാണ്ട് 5ഓളം രാജ്യങ്ങളുണ്ട് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ നാറ്റോ സഖ്യത്തിൽപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അതിലൊക്കെ ബാക്കിയുള്ളതൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളൊക്കെയാണ്. അതിലൊന്ന് പോളണ്ട് ഉണ്ട്. പോളണ്ട് കഴിഞ്ഞാൽ അവിടെ തൊട്ടപ്പുറത്ത് ജർമ്മനി കിടപ്പുണ്ട്. ജർമ്മനിയുടെ തൊട്ടപ്പുറത്ത് ഫ്രാൻസ് കിടപ്പുണ്ട്. ഇതൊക്കെ മുട്ടി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നതാണ്. UK പണ്ട് തൊട്ട് വൈരാഗ്യമുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം. അപ്പോഴേക്കും ഇവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇത് രണ്ടും കൽപ്പിച്ച് അടിക്കുമെന്നുള്ള കാര്യത്തിൽ. അടിക്കുമെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ നാറ്റോ സഖ്യം, യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇവരെല്ലാവരും അതിസമ്പന്നരും കോടീശ്വരന്മാരുമാണ് എന്ന് കരുതരുത്. നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു നല്ല കുടുംബം ഉണ്ടാവും. ഒരു കോടീശ്വരനായ ആ കുടുംബത്തിൽ ഒരു വ്യക്തി ഉണ്ടാവും എന്ന് കരുതി ആ കുടുംബത്തിലുള്ളവരെല്ലാം കോടീശ്വരന്മാരല്ല. ആ കുടുംബത്തിൽ പട്ടിണിപ്പാവങ്ങളായ കുടുംബക്കാരും കാണും. പറയുമ്പോൾ നമ്മൾ ആ കുടുംബത്തിന്റെ പേര് പറയും, ഇന്ന കുടുംബമല്ലേ, ആലയോ അമ്പാരിയുള്ള കുടുംബമല്ലേ, ആ കുടുംബത്തിന്റെ ഒരു തായ്വഴിയായിരിക്കും ഇപ്പുറത്ത് കിടക്കുന്നത്, അവർക്ക് കഞ്ഞി കുടിക്കാൻ പോലും കാണില്ല. പക്ഷെ ആ കുടുംബം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ നാറ്റോ സഖ്യമുള്ളത്. ഇതിനകത്ത് തന്നെ കഞ്ഞി കുടിക്കാൻ ഗതി ഇല്ലാത്തവരുണ്ട്, ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരുണ്ട്, കുഞ്ഞൻ രാജ്യങ്ങളുണ്ട്, സൈന്യം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, സൈന്യം തെറ്റിപ്പറ്റ നിവൃത്തിയില്ലാത്ത രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അമേരിക്കയൊന്നും നമ്പിക്കൊണ്ട് ഈ കാര്യങ്ങൾക്ക് പോകാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് പോളണ്ട് ഇപ്പോൾ അതിൽ നിന്ന് റിട്ടേൺ അടിക്കുന്നത്. കാരണം ഈ റഷ്യ കനത്ത ആക്രമണം നടത്തും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഉറപ്പാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി തന്നെ ഇനി ഇതിൽ നിന്ന് പിൻവലിയുക നിവൃത്തിയുള്ളൂ. കാരണം പോളണ്ടിന് അടുത്ത് കിടക്കുന്ന 5 രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് കിടക്കുന്ന ചില രാജ്യങ്ങളും ഈ റഷ്യയുമായി നല്ല ബന്ധത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണത്. അപ്പൊ ആ രാജ്യങ്ങൾക്ക് ഇടയിൽ ആ ഒരു വിഷയങ്ങൾ വരുന്നില്ല. ഇതിനിടയിൽ ഈ അസർബൈജാനും ഈ അർമേനിയയും തമ്മിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ അവർ സോൾവ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. അപ്പം ആ ഒരു വിഷയങ്ങൾ അവിടെ തീർന്നുകൊണ്ട് ഇവിടെ ഒരു അടി തുടങ്ങുകയാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോളണ്ടിന്റെ കണക്ക്. നേരത്തെ ധനുഷ് പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ ഈ $1 $2 മുതൽ മുടക്കുള്ള ഡ്രോണുകൾ വിടുമ്പോൾ തങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. അത് താങ്ങാനും പറ്റുന്നില്ല. യുദ്ധ ചെലവൊന്നും ഇപ്പോൾ ഒരു രാജ്യത്തിന് താങ്ങാൻ കഴിയുന്നില്ല. ഇതിന്റെ മുന്നോടിയായിട്ടാകണം ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ വഴി ഒരു പ്രതിരോധം പാകിസ്ഥാനിലും അവർ തീർത്തത്. കാരണം ഇനിയൊരു വാർ ഉണ്ടാകുകയാണെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും അമേരിക്കയും നാറ്റോ രാജ്യങ്ങളെ പൂട്ടിക്കെട്ടിയെങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിനെ ഒരു വഴിക്ക് കൊണ്ടുപോകാൻ റഷ്യക്ക് കഴിയുകയുള്ളൂ. കാരണം യുദ്ധത്തിന്റെ ഒരു ഫോക്കസ് ഒരു സ്ഥലത്തേക്കാണെങ്കിൽ കൂട്ടമായ ഒരു ആക്രമണത്തെ റഷ്യ നേരിടേണ്ടി വരും. നേരെ മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആക്രമണം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനെ സ്വാഭാവികമായി അഫ്ഗാനിസ്ഥാൻ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അമേരിക്കയുടെ ഒരു കണ്ണ് അവിടെ എത്തേണ്ടി വരും. ഈ സമയത്ത് തന്നെ തായ്വാനെ ചൈന ആക്രമിക്കുകയാണെങ്കിൽ അവിടെ അമേരിക്കയുടെ കണ്ണ് എത്തേണ്ടതായിട്ട് വരും. ഉത്തര കൊറിയ അവിടെ ബഹളമുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയും അമേരിക്ക എത്തേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ എല്ലാം കിടക്കുന്നത്, ഒരു സൈഡ് കിടക്കുന്ന എല്ലാം അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, പാകിസ്ഥാൻ, തായ്വാൻ, ഇതെല്ലാം അവരുടെ സഖ്യകക്ഷികളാണ്. ഇവിടെ എല്ലാം അവരുടെ കണ്ണെത്തേണ്ടി വരും. ഇനി ഇറാൻ പണി നടത്തി കഴിഞ്ഞാലോ അവിടെയും എത്തേണ്ടി വരും. കാരണം ഈ അമേരിക്കയുടെ പ്രൊട്ടക്ഷനിലാണ് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എല്ലാം കിടക്കുന്നത്, അല്ലെങ്കിൽ GCC കൺട്രീസ് എല്ലാം കിടക്കും, അവിടെയും എത്തേണ്ടി വരും. അപ്പം എല്ലായിടത്തേക്കും ഈ സംവിധാനം ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഏത് വമ്പൻ രാജ്യത്തിനായാലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കുക, ഈ പ്രതിസന്ധി സൃഷ്ടിച്ചെടുക്കുക. ആ പ്രതിസന്ധിക്കിടയിൽ റഷ്യ മാക്സിമം അറ്റാക്കുകൾ നടത്തുക, ഇല്ലെങ്കിൽ അറ്റാക്കിനുള്ള പ്രഷർ കൊടുക്കുക. ഒരുപക്ഷെ പെട്ടെന്ന് ഒരു അറ്റാക്കിലേക്ക് പോയില്ല എങ്കിൽ പോലും അറ്റാക്കിനുള്ള പ്രഷറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കടുത്ത മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിവിധ ഇടങ്ങളിൽ ഇത് കണക്കുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നാറ്റോ സഖ്യത്തിന്റെ തലവൻ എന്ന നിലയിലും നാറ്റോ സഖ്യത്തിലെ ഏറ്റവും വലിയ ശക്തൻ എന്ന നിലയിലും അമേരിക്കയെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയുടെ കാലമാണ്. ഇത്രയും ഇടത്ത് ഒരേ സമയത്ത് അവർക്ക് രക്ഷിക്കാനായി പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്ക തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഉക്രൈനെ പതുക്കെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉക്രൈനെ പിന്തിരിപ്പിക്കുക പ്രയാസകരമാണ്. അത് ട്രംപ് തന്നെ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം സെലൻസ്കി ട്രംപ് പറഞ്ഞ കേൾക്കുന്ന ഒരാളുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് പതുക്കെ വിഡ്രോ ചെയ്യുക. ഇതിനിടയിൽ നെതർലൻഡ്സ് ഇപ്പോൾ അവരുടെ മിസൈലുകൾ വിന്യസിച്ചിട്ടൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. അതായത് വരും എന്ന് ഇവർക്കെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഏതുവഴി വരുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. നെതർലൻഡ്സ് അവരുടെ അതിർത്തികളിൽ ഈ മിസൈലുകൾ വിന്യസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഒന്നുകിൽ പ്രതിരോധിക്കാനായിരിക്കാം, ഇല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിരിക്കാം. ഇവിടെ നമുക്കിത് കാണുന്ന ഇതിനകത്ത് ഈ നാറ്റോ സഖ്യത്തിൽ ഒരു വലിയ വിള്ളൽ തന്നെ കാണുന്നുണ്ട് ഇതിനകത്ത്. കാരണം അമേരിക്കയ്ക്ക് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കുക എന്നുള്ള, സമാധാനപരമായി തീർക്കുക എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇറാന്റെ അടുത്ത് കാണിച്ച ആവേശമൊന്നും റഷ്യ ഉക്രൈൻ വാറിനകത്ത് അവർക്കില്ല. കാരണം വലിയ സാമ്പത്തിക നേട്ടമൊന്നും അതിന് കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പ്രധാന കാര്യം. കിട്ടാനുള്ള നേട്ടമൊക്കെ ഉക്രൈനിൽ നിന്ന് അവർ നേരത്തെ തന്നെ വാങ്ങി എടുത്തിരുന്നു. അതുകൊണ്ട് പകുതി കൂടുതൽ സ്ഥലം ഇപ്പം ഇവരുടെ കമ്പനികളുടെ കയ്യിലാണ്, അമേരിക്കൻ കമ്പനികളുടെ കയ്യിലാണ്. അപ്പൊ പിന്നെ അവർക്ക് ആ ഒരു ടെൻഷൻ അവിടെ ഇല്ല. അപ്പൊ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നുള്ളത് ആർക്ക് വേണ്ടിയിട്ട് ഇവർ അറ്റാക്കിന് പോകണം?
ഈ പറയുന്ന UK വേണ്ടിയിട്ടും ഫ്രാൻസിന് വേണ്ടിയിട്ടും ജർമ്മനിക്ക് വേണ്ടിയിട്ടും വേണം അമേരിക്ക കളത്തിലിറങ്ങാൻ. അതിനകത്ത് അവർക്ക് വലിയ താല്പര്യങ്ങൾ ഇപ്പൊ നിലവിലില്ല. പിന്നെ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങാതിരിക്കാനും കഴിയില്ല. ഇനി അവരുടെ പ്രധാന താല്പര്യം ഈ ഇറാന്റെ വിഷയത്തിൽ തന്നെയാണ്. അവിടെയാണ് ഇറാൻ നിലപാട് ഘടിപ്പിക്കുന്നു. ചൈനയുടെ ഈ മൂവ്മെന്റ്, അഫ്ഗാനിസ്ഥാൻ പതിവില്ലാതെ തന്നെ ഒരു വ്യോമാക്രമണം പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കൂട്ടിവായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ റഷ്യ കൊടുക്കുന്ന ഒരു പ്രഷറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ പ്രഷർ ഒരു സമാധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അതല്ല, ഈ പ്രഷറിന് അപ്പുറത്തേക്കാണ് കാര്യം. കാരണം പുടിൻ കഴിഞ്ഞ ദിവസം തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ഉചിതമെന്ന് തോന്നുന്നത്, അതായത് ഏത് മാരകായുധമാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തോന്നുന്നത് അത് ഉപയോഗിക്കൂ എന്ന് അദ്ദേഹം ഒരു ഉത്തരവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അത് ഉക്രൈനിൽ മാത്രം ഒതുങ്ങില്ല, എല്ലാവരെയും കൂടി ഇതിനകത്തേക്ക് വലിച്ച് ഇടുക എന്നുള്ളതാണ്. ഇത് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ, ഈ പതിറ്റാണ്ട് സംഘർഷങ്ങളുടെ പതിറ്റാണ്ട്, യുദ്ധത്തിന്റെ പതിറ്റാണ്ടാണ് എന്ന് നമുക്ക് കരുതേണ്ടതായിട്ട് വരും.